നമസ്കാരം. ഫ്രാൻസിൽ തിരഞ്ഞെടുപ്പ് മഹാമഹം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഫ്രാൻസിൻ്റെ ഈ ആപ്തവാക്യം രാജ്യത്തെ യുവജനങ്ങൾ ഇപ്പോൾ ഫ്രഞ്ച് ഭാഷയിൽ ഏറ്റുചൊല്ലുന്നത് ചെറിയൊരു മാറ്റത്തോടെയാണ്. ലിബർത്തെ, ഇഗാലിത്തെ, എംബാപ്പെ എന്നാണ്. എംബാപ്പെ അറിയില്ലേ? ഫ്രാൻസിൻ്റെ ലോക ഫുട്ബോളർ. തെരഞ്ഞെടുപ്പിൽ മരിൻ ലെ പെന്നിൻ്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റതോടെയാണ് ഫ്രാൻസ് ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായ കിലിയൻ എംബാപ്പയെ ജനങ്ങൾ സാഹോദര്യത്തിൻ്റെ പ്രതീകമായി നെഞ്ചിലേറ്റുന്നത്. രാജ്യത്തിൻ്റെ ഭാവി ഛിദ്രശക്തികൾക്ക് വിട്ടുകൊടുക്കരുതെന്നും എല്ലാവരും വോട്ടവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്നും രണ്ടാം റൗണ്ട് വോട്ടിങ്ങിന് മുൻപ് കിലിയൻ എംബാപ്പെ ആഹ്വാനം ചെയ്തിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായ എംബാപ്പയുടെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഫലം കൂടിയാണ് വലതുപക്ഷത്തിന് ഏറ്റ തിരിച്ചടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാരീസിൻ്റെ പ്രാന്തപ്രദേശമായ ബോണ്ടിയിൽ കാമറൂൺ അൾജീരിയൻ വംശജരായ ദമ്പതികളുടെ മകനായി പിറന്ന് ലോകോത്തര ഫുട്ബോളറായി വളർന്ന എംബാപ്പെ രാജ്യത്തെ ചെറുപ്പക്കാരുടെയെല്ലാം റോൾ മോഡലാണ്. എംബാപ്പയുടെ വാക്കുകളുടെ സ്വാധീനം മുൻകൂട്ടി കണ്ട ലെ പെൻ വോട്ടിങ്ങിന് മുൻപ് തന്നെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു. കോടീശ്വരന്മാരായ കായിക താരങ്ങളും കലാപ്രവർത്തകരും ഫ്രഞ്ച് ജനതയെ വോട്ട് ചെയ്യാൻ പഠിപ്പിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഗോൾ അടിച്ചത് എംബാപ്പെ തന്നെയായിരുന്നു. ഫ്രാൻസ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിനാണ് മുന്നേറ്റം. ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്ന തീവ്ര വലതുപക്ഷ സഖ്യമായ നാഷണൽ റാലി സഖ്യം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മുന്നേറ്റം അതിശക്തമായിരുന്നു. ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ തൂക്കു മന്ത്രിസഭയായിരിക്കും ഫ്രാൻസിൽ വരിക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുടെ മിതവാദി സഖ്യം രണ്ടാമതാകും എന്നാണ് പ്രവചനം. 577 അംഗ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് 289 സീറ്റുകളാണ് വേണ്ടത്. ഫ്രാൻസിലെ രണ്ടാം ഘട്ട പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങളെ അട്ടിമറിച്ച് ഇടത് സഖ്യം മുന്നേറുമെന്ന് എക്സിറ്റ് പോളിൽ സൂചനകൾ പുറത്തുവന്നതോടെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ രാജി പ്രഖ്യാപിച്ചു. ഇടതുപക്ഷത്തിന് 199 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. മാക്രോണിൻ്റെ പാർട്ടിക്ക് 169 സീറ്റും നാഷണൽ റാലി സഖ്യത്തിന് 143 സീറ്റ് വരെയും ലഭിക്കാം. സഖ്യ സമവാക്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യതയുള്ളതിനാൽ സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലാകാനും സാധ്യതയുണ്ട്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ മാരിൻ ലേപെന്നിൻ്റെ നാഷണൽ റാലി സഖ്യത്തെ പ്രതിരോധിക്കാൻ ഇടത് മിതവാദി സഖ്യങ്ങൾ ചേർന്നുള്ള റിപ്പബ്ലിക്കൻ ഐക്യമുന്നണിക്ക് മാക്രോൺ ആഹ്വാനം ചെയ്തിരുന്നു. ഇതനുസരിച്ച് മൂന്നാം സ്ഥാനത്തുള്ള പല സ്ഥാനാർത്ഥികളും പിന്മാറി. ഇതാണ് ഇടത് മുന്നേറ്റത്തിന് വഴിവെച്ചതും. ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സഭയിൽ ഇടതുപക്ഷം കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട്. പരാജയ കാരണം എതിരാളികൾ ഉണ്ടാക്കിയ അവിശുദ്ധ സഖ്യമാണെന്നാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി സഖ്യം ആരോപിക്കുന്നത്. ഫലം വന്നതിന് പിന്നാലെ പാരീസിൽ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. ഇടത് സഖ്യം അപ്രതീക്ഷിത മുന്നേറ്റം കാഴ്ചവെച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി രാജിവെച്ചതും സംഘർഷത്തിന് കാരണമായി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മാരിൻ ലേപെന്നിൻ്റെ തീവ്ര വലതു പാർട്ടി മുന്നേറിയതിന് പിന്നാലെ ഇടത് മിതവാദി സഖ്യവും ചേർന്നുള്ള മുന്നണിക്കായി ഇമാനുവൽ മാക്രോണാണ് ആഹ്വാനം ചെയ്തത്. ഇതിന് പിന്നാലെ മൂന്നാം സ്ഥാനത്തുള്ള പല സ്ഥാനാർത്ഥികളും പിന്മാറുകയും ചെയ്തു.